ഈ സമൂഹത്തിന് ഇസ്ലാമികമായ ആ സന്ദേശം എത്തിച്ചു കൊടുക്കുവാനും ആ പാതിൽ നയിക്കുവാനുമുള്ളതായ പണ്ഡിതന്മാർ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുസ്ലിയാർ ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. അന്ന് ഈ സ്ഥാപനം ഇത്രയും വലുതായി തീരും എന്നാരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനമായി ഇവിടെ വളർന്നു. എല്ലാവരുടെയും ആത്മാർത്ഥമായ ശ്രമഫലമായി പ്രത്യേകിച്ചും വിദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളുടെ പ്രവർത്തനമായി ഈ സ്ഥാപനം അനുദിനം ഉയർന്നു. ആത്മനിർവൃതിയുടെ കെട്ടുറപ്പുകളായ പള്ളിമിനാരങ്ങൾ ഒരു ജനതയുടെ ജീവിത പ്രകാശങ്ങളായ മഹിമയുടെയും ജ്ഞാനതേരോട്ടത്തിന്റെയും ഉത്തുംഗങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രായോഗിക ജീവിതം സമൂഹത്തെ പഠിപ്പിച്ചത് നാടുകളിൽ ഉയർന്നു നിന്ന ഇത്തരം ഗോപുരങ്ങൾക്ക് താഴെ വട്ടമിട്ടിരുന്ന വിശ്രുതരാണ്. വെള്ളവസ്ത്രവും തലപ്പാവുമണിഞ്ഞ ശുദ്ധമനസ്സുകളായ അവർ നാടിനും നാട്ടുകാർക്കും പ്രൗഢിയുടെ കാവൽക്കാരായി നിലകൊണ്ടു. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിൽ മഹദൂമുമാർക്കും കോഴിക്കോട്ടെ ഖാദിമാർക്കും ഒട്ടനേകം പണ്ഡിത കുടുംബങ്ങൾക്കുമുള്ള സ്വാധീനം ശ്രദ്ധേയമാണ്. വടക്കേ മലബാറിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ നിർണയിച്ചത് കേരളത്തിന്റെ പൊതുധാരയിൽ ഏറെയൊന്നും നിറഞ്ഞു നിൽക്കാത്ത ഒരു കൂട്ടം നിശബ്ദരായ പണ്ഡിതന്മാരായിരുന്നു. വൈജ്ഞാനിക നഭോമണ്ഡലത്തിൽ രണ്ടാം പൊന്നാനി എന്ന് വിളിപ്പേരുള്ള നാദാപുരവും പരിസര പ്രദേശമായ കടമേരിയും കേന്ദ്രീകരിച്ചുള്ള ഈ പണ്ഡിത സമൂഹം ഒരു ദേശത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തു. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ കേരള മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട ചില പുതിയ പ്രവണതകൾ 70കളോടെ വടകര താലൂക്കിന്റെ ഭാഗങ്ങളിലും തലപൊക്കി തുടങ്ങി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറപിടിച്ച് സമുദായത്തിലെ സാധാരണക്കാരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാനും പാരമ്പര്യ സംസ്കൃതിയെ അട്ടിമറിക്കാനുമുള്ള നൂതനവാദികളുടെ കുബുദ്ധിയെ ചെറുക്കാൻ ദൈക്ഷണിക സംവിധാനങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂവെന്ന് അക്കാലത്തെ പണ്ഡിത സാദാത്തുക്കൾ ചിന്തിച്ചു. ആയിരത്തി 1972 ജനുവരി 30 വടകര താലൂക്ക് ഉലമ ഉമറ കൺവെൻഷൻ കടമേരി ജുമാഅത്ത് പള്ളിയിൽ വെച്ച് നടന്നു. കേരളത്തിലെ മതവിദ്യാഭ്യാസ മേഖലയിൽ അരനൂറ്റാണ്ട് കാലം
അദ്വിതീയനായി സേവനം ചെയ്ത പണ്ഡിതവര്യൻ കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രസ്തുത കൺവെൻഷൻ ഒരു അറബിക് കോളേജ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ മതപഠന മേഖലയ്ക്ക് പുതിയ ആകാശം നൽകി കടമേരി റഹ്മാനിയ അറബിക് കോളേജ് എന്ന മഹൽ പ്രസ്ഥാനം അങ്ങനെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. കേരളത്തിലെ ഒരു വലിയ പണ്ഡിത നിരയുടെ മഹാഗുരുവും ആത്മീയ സദസ്സുകളിൽ കൈകളുയർത്താൻ ജനം തിരഞ്ഞെടുത്ത മഹാസ്വാത്വികനും സമസ്തയുടെ ദീർഘകാലത്തെ അമരക്കാരനുമായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഫതുഹുൽ മുഈനിലെ പ്രഥമ വചനങ്ങൾ ഉരുവിട്ടുകൊടുത്തതോടെ ഈ വൈജ്ഞാനിക പ്രസ്ഥാനം പ്രയാണമാരംഭിച്ചു. ഇത് ചീക്കലോട്ട് തറവാട്. പൊതുധാരയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രൗഢിയേക്കാൾ പ്രാദേശിക തലത്തിലെ സേവന തൽപരതയാണ് നവോത്ഥാന സംരംഭങ്ങളുടെ പ്രധാന കാതലെന്ന സത്യം ഈ കുടുംബം നമുക്ക് പറഞ്ഞു തരും. ഇവിടെ നിന്നാണ് റഹ്മാനിയ സ്ഥാപനങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായ കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന മഹാമനുഷ്യൻ ഉയർന്നു വന്നത്. സമ്പന്ന തറവാട്ടിൽ പിറന്ന കുഞ്ഞമ്മദ് മുസ്ലിയാർ അറിവിന്റെയും ദീനിന്റെയും വഴിയിൽ ജീവിതം ചെലവഴിക്കുവാൻ തീരുമാനിച്ചു. അനാഥ അഗതികളുടെ സംരക്ഷണവും നിരാലംബരായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്ക് നേതൃത്വം നൽകലും പാവപ്പെട്ടവർക്ക് കിടപ്പാടം വെച്ചു കൊടുക്കലുമൊക്കെ കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. കുഞ്ഞമ്മദ് മുസ്ലിയാരിലെ വിദ്യാഭ്യാസ പ്രവർത്തകനും കർമ്മോത്സുകനും കൂടുതൽ സജീവമാകുന്ന രംഗങ്ങളാണ് റഹ്മാനിയയിലൂടെ നാം കാണുന്നത്. ഓരോ വീടുകളിലും ഒരു യാചകനെ പോലെ കയറി ചെന്നുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ റഹ്മാനിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടുകളും സൂചിപ്പിച്ചുകൊണ്ട് ത്യാഗസമ്പൂർണമായ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായി ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുപോലും റഹ്മാനിയയുടെ ശബ്ദമുണ്ട്. ആ ശബ്ദം ബഹുമാനപ്പെട്ടവരിൽ കൂടിയാണ് ഉണ്ടായിത്തീർന്നതെന്ന് ഉള്ള കാര്യം ഒരുപക്ഷെ ഇന്നത്തെ തലമുറ സ്മരിക്കുന്നുണ്ടായിരിക്കുകയില്ല. പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും തളരാതെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ വഴിയിൽ നടന്നു നീങ്ങി. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് റെസീറ്റ് പുസ്തകവും 4 കാലിച്ചാക്കും ഒരു കറുത്ത ബാഗുമെടുത്ത് ആരാന്റെ വാതിൽ മുട്ടാനിറങ്ങുന്ന മുസ്ലിയാർ ഒരു സമുദായത്തെ ഓർത്ത് ഏറെ കരഞ്ഞു. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന തന്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വക കണ്ടെത്താൻ ആ സ്വാത്വികന് ഏറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. പലചരക്ക് കടക്കാരിൽ നിന്നും അരിപിരിച്ചും ലോറിക്കാരിൽ നിന്നും പൂള ശേഖരിച്ചുമാണ് അറിവ് തേടുന്ന തന്റെ മക്കൾക്ക് പലപ്പോഴും ഒരു നേരത്തെ ആഹാരത്തിന് അദ്ദേഹം വക കണ്ടെത്തിയിരുന്നത്. ജീവിതത്തിന്റെ ഭൗതിക സുഖാഡംബരങ്ങളും ആഘോഷങ്ങളും വലിച്ചെറിഞ്ഞ് ഫക്കീറിന്റെ വേഷമണിഞ്ഞ കുഞ്ഞമ്മദ് മുസ്ലിയാർ റഹ്മാനിയയ്ക്കു വേണ്ടി വഴികൾ താണ്ടിയിരുന്നത് അർത്ഥപട്ടിണി കിടന്നും ഏതെങ്കിലും വീട്ടുകാർ കൊടുക്കുന്ന കഞ്ഞിവെള്ളത്തിൽ സംതൃപ്തി കണ്ടെത്തിയുമായിരുന്നു. റഹ്മാനിയ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ അയാളെ ഒരു ജനകീയനാക്കി മാറ്റിയത്. അതായത് സാധാരണക്കാരൻ്റെ ആളുകൾക്ക് ഇറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം റഹ്മാനിയ അയാൾ ഉണ്ടാക്കി തീർത്തു. അപ്പം അങ്ങനെ 22 സ്ഥാപിച്ച റഹ്മാനിയക്ക് വേണ്ടി അയാൾ നാട് മുഴുവനും കാൽനടയായി ചുറ്റേണ്ടി വന്നു. നടന്ന അയാൾ എത്തുന്നത് ഏറാമലയാണ്. ഏറാമല എത്തുമ്പോൾ വൈകുന്നേരം 5:15 മണിയായി. അവിടെ ഒരു കലന്ത കാക്ക എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു.
കലനം കാക്കാനാൽ ഈ പിന്നെ ഉയിക്കൽ ഒക്കെ നടത്തുന്ന കാലിനും പൊട്ടിയാൽ ഈ പ്ലാസ്റ്റർ എന്നതിന് പകരം ഉയിക്കൽ നടത്തി അയാൾ അക്കാലത്ത് ഒരു ആസ്പത്രിയിലല്ല ആളുകൾ അവലംബിച്ചിരുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായാലും കലനം കാക്കാനത്ത് പോവും. അയാളൊരു നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ ചെന്ന് അവിടെ വീട്ടിൽ ചെന്നു. അയാൾ വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. വൈകുന്നേരം 5:30 മണി കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളം തരുമെന്ന് ചോദിച്ചാലോട്. അപ്പോൾ എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കലനം കാക്കയല്ല, കണ്ണ് നിറഞ്ഞു പോയി. കാരണം ചീക്കരോട്ടൊക്കെ മുസ്ലിയാർ വൈകുന്നേരം 5:30 മണിയായിട്ടും ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളലാക്കി കഴിഞ്ഞില്ല. കാരണം അത്ര ഉന്നത കുടുംബത്തിലും വളരെ അന്തസ്സോടെ ജീവിച്ച പോന്ന ആ മനുഷ്യന് 5:30 മണി വരെ ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളത്തിന് ചോദിക്കേണ്ട, യാചിക്കേണ്ട ഒരു അവസ്ഥയെ ഓർത്തിട്ട് കലനം കാക്കാൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. വ്യക്തിജീവിതത്തിൽ തികഞ്ഞ സൂക്ഷ്മത പുലർത്തുകയും നിരന്തരമായ ആരാധനയിൽ കഴിഞ്ഞുകൂടുകയും ചെയ്ത കുഞ്ഞമ്മദ് മുസ്ലിയാർ നടന്നു നീങ്ങിയ വഴികളും കാണിച്ചു കൊടുത്ത പ്രവർത്തനങ്ങളും ഒരു സമൂഹത്തിന്റെ ഉള്ളുണർത്തുന്ന ചരിത്രമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. (1987) സെപ്റ്റംബർ 25 കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ആ മഹാവിപ്ലവകാരി ഈ ലോകത്തോട് വിട പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. പിതാവിന്റെ വഴി തിരഞ്ഞെടുത്ത മകൻ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ റഹ്മാനിയ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഒരു സമൂഹത്തിന്റെ അക്ഷരവിചാരങ്ങൾക്ക് നൂതന അധ്യായങ്ങൾ നൽകാൻ കാലം ആവശ്യപ്പെട്ട നേതൃത്വം എന്തുകൊണ്ടും പക്വമായിരുന്നു. ഈ സ്ഥാപനത്തിൽ ഈ കേരളത്തിന്റെ പുറമെയുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ സ്ഥാപനമായി ഇത് മാറിയിരിക്കുകയാണ്. ഇത് മുസ്ലിം സമൂഹത്തിൻ്റെയും മറ്റുള്ളവരെയും ഒരു കണ്ണിലുണ്ണിയായ സ്ഥാപനമായി മാറിയിരിക്കുക. ഇങ്ങനത്തെ സ്ഥാപനത്തെ അകമഴിഞ്ഞുകൊണ്ട് നാട്ടിലും ഗൾഫിലുമുള്ള എല്ലാവരും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കുതിക്കുക. പുതിയ കാലത്തിന്റെ വിദ്യാഭ്യാസ സങ്കീർണതകളെ ആലോചനാപൂർവം നേരിടാൻ സജ്ജമായ ഒരു തലമുറയുടെ സൃഷ്ടിപ്പിനായി ഈ ഭദ്രമായ നേതൃത്വം പ്രായോഗിക പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ കോളേജ് വളരെ ഉയർച്ചയിലെത്തിയിരിക്കുകയാണ്. ഇക്കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും ഇതിലെല്ലാം നടക്കുന്ന വിദ്യാഭ്യാസങ്ങൾ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ പങ്കുവഹിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തു പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യാൻ എല്ലാ വിധത്തിലും പ്രാപ്തരാക്കി വിട്ടിരിക്കുകയാണ് ആ വിദ്യാർത്ഥികളെ. കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ കരിക്കുലം പരിചയപ്പെടുത്തിയത് റഹ്മാനിയയാണ്. പാരമ്പര്യത്തിന്റെ പരിശുദ്ധിയും പുതുമയുടെ മണവുമുള്ള ഒരു പാഠ്യപദ്ധതി.
സുന്നി കേരളത്തിന്റെ ബൗദ്ധിക സിരാകേന്ദ്രമായി വർത്തിച്ച എം ബഷീർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ജന്മം കൊണ്ടു. സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ആദ്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതും അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷാപഠനം ദർസി കിതാബുകൾക്കൊപ്പം അനിവാര്യമാണെന്ന് കാണിച്ചു കൊടുത്തതും റഹ്മാനിയയാണ്. പ്രമുഖ മതപണ്ഡിതനും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറിയുമായ കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ ഒരു കൂട്ടം അധ്യാപകർ വിദ്യാർത്ഥികൾക്കിവിടെ അദബും തർബിയത്തും നൽകിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ അത്ര തന്നെ ഈ വിദ്യാഭ്യാസത്തിനും ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നാണ് ചരിത്രങ്ങളിലൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ആദ്യമായി വിദ്യ അഭ്യസിക്കുന്നതിൻ്റെയും വിദ്യ അഭ്യസിപ്പിക്കുന്നതിൻ്റെയും പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് ആദ്യമായി ഖുർആൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ നടന്നു വന്നിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കാണിച്ചുകൊണ്ട് ഇൽമ് ഇസ്ലാമിൻ്റെ ജീവനാണ് എന്ന് പഠിപ്പിക്കുകയും അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ തുടങ്ങുകയും ചെയ്തു. അത് പൂർവികമായി എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരും അത് നിലനിർത്തി പോരുകയാണ്. ഖുർആൻ, ഹദീസ്, കർമ്മശാസ്ത്രം, ചരിത്രം, സാഹിത്യം, വ്യാകരണം, ആത്മസംസ്കരണം, ഗോളശാസ്ത്രം, തർക്കശാസ്ത്രം, തത്വശാസ്ത്രം തുടങ്ങിയവയ്ക്ക് പുറമെ ഇംഗ്ലീഷ്, ഉറുദു, അറബി ഭാഷകളും ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു. ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യമായ ചുവരെഴുത്തുകൾ ഉത്തമ സമുദായത്തിന്റെ ശ്രേഷ്ഠമായ ഭാവിയുടെ കാഴ്ചകളാണ്. ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകൾ വിദ്യാർത്ഥികൾക്കായി ഇവിടെ തുറന്നുവച്ചിരിക്കുന്നു. ചരിത്രത്തിന്റെ ഏതോ വഴിത്താരയിൽ പിന്നാക്കത്തിന്റെ ഭാണ്ഡം പേറേണ്ടി വന്നവരുടെ പുതിയ തലമുറ അനിവാര്യമായ നവോത്ഥാനത്തിന്റെ വേഗമായ സൃഷ്ടിപ്പിലാണ്. ഒരു കാലത്ത് ലോകനാഗരികതയുടെ സിരാകേന്ദ്രമായിരുന്ന മുസ്ലിം നാടുകളിൽ യൂറോപ്പ് നടത്തിയ പടയോട്ടങ്ങളിലൂടെ തകർന്നടിഞ്ഞ വൈജ്ഞാനിക മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാൻ ഒരു സമൂഹം ഇവിടെ സദാ സജ്ജമായിരിക്കുന്നു. ലോക വൈജ്ഞാനിക കലാ സാഹിത്യരംഗത്ത് വിസ്ഫോടനങ്ങൾ സൃഷ്ടിച്ച കോർഡോവ യൂണിവേഴ്സിറ്റിയുടെയും അബ്ബാസി ഖലീഫ മഹ്മൂദിന്റെ ഭരണകാലത്ത് പണിതീർത്ത വിവിധ വിജ്ഞാന ശാഖകൾ ഭാഷാന്തരം ചെയ്യുകയും പരീക്ഷണ ഗവേഷണ പഠനങ്ങൾ നടത്തുകയും ചെയ്ത ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ബൈത്തുൽ ഹിക്മയുടെയും സഞ്ചാരപദങ്ങളെ മുസ്ലിം ലോകം വേദനയോടെ അയവിറക്കുമ്പോൾ ചില നേരറിവുകൾക്ക് സമയമായെന്ന് ജാഗരൂകരായ ഈ പടയണി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പുതിയ സാഹചര്യത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ എന്തുകൊണ്ടും പ്രാപ്തരായ നിരവധി യുവ പണ്ഡിതരെ റഹ്മാനിയ ഇതിനകം സംഭാവന ചെയ്തു. റഹ്മാനിയ സമൂഹത്തിന് ഉറപ്പുകൊടുത്ത ഈ ബിരുദധാരികൾ കേരളത്തിനകത്തും പുറത്തും മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു സുദീർഘകാലത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് അറിവിന്റെ ധന്യമുഹൂർത്തങ്ങൾ സമ്മാനിച്ച അരീക്കൽ ഉസ്താദിന്റെ ഓർമ്മകൾ ഈ അക്ഷരപ്രസ്ഥാനത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. അറബി കാവ്യലോകത്തിന്
മലയാളക്കര കനിഞ്ഞു നൽകിയ ഈ അതുല്യ പ്രതിഭ വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും മഹാകാഴ്ചയായിരുന്നു. ബഹജത്തുൽ ഉലമ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന സംഘടന വിദ്യാർത്ഥികൾക്കിടയിൽ ഇവിടെ കാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പാഠ്യേതര പദ്ധതി മുഴുവൻ ഏറ്റെടുത്ത് നടത്തുന്ന ബഹജത്ത് കാലത്തിനു മുമ്പേ നടന്ന വിദ്യാർത്ഥി കൂട്ടായ്മയാണ്. പ്രസംഗ പരിശീലനം, അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം കൈയെഴുത്ത് മാഗസിനുകൾ, വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങളടങ്ങുന്ന അതിബൃഹത്തായ ലൈബ്രറി, ഒട്ടുമിക്ക ആനുകാലികങ്ങളും വായനയ്ക്കെത്തുന്ന വായനശാല, വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും കാസറ്റുകളും പുറത്തിറക്കുന്ന പബ്ലിഷിംഗ് ബ്യൂറോ, മതപ്രബോധനവും സാമൂഹ്യ സേവനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ സെൽ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ബഹജത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു. വെറും 33 കുട്ടികളുമായി ആരംഭം കുറിച്ച റഹ്മാനിയ ഇന്ന് ഒരു മഹാപ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. ഒരു സമൂഹത്തിന്റെയും ഒരു ദേശത്തിന്റെയും പുരോഗമനത്തിന് വെളിച്ചം കാണിക്കുന്ന ഒട്ടനവധി കലാശാലകൾ ഇതിനു കീഴിൽ നിലകൊള്ളുന്നു. ഒരു പിന്നാക്ക പ്രദേശത്തിന്റെ സകല പ്രതീക്ഷകളും നെഞ്ചിലേറ്റുകയാണ് റഹ്മാനിയ ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ. പുതിയ കരിക്കുലത്തോട് സമരപ്പെടാൻ പാകമായ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പഠന മേഖലയോടൊപ്പം കലാകായിക രംഗത്തും ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ ഈ കലാലയം കാഴ്ചവെച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മദ്രസ വിദ്യാഭ്യാസം ഒന്നിച്ചു നൽകുന്ന ബോർഡിംഗ് മദ്രസ റഹ്മാനിയയുടെ സുപ്രധാനമായ ഒരു സംരംഭമാണ്. അച്ചടക്കവും മതബോധവുമുള്ള ഒരു തലമുറയെ ഇവിടെ വളർത്തിയെടുക്കുന്നു. പ്രഗത്ഭരായ അധ്യാപകരുടെ ശിക്ഷണവും പഠനേതര മേഖലകളിൽ പ്രത്യേകം പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. സമൂഹത്തിലെ അശരണരായവരുടെ കണ്ണീരൊപ്പുകയാണ് റഹ്മാനിയ അഗതി വിദ്യാ കേന്ദ്രത്തിലൂടെ. അറിവും അക്ഷരവും സമൂഹത്തിലെ ഒരു വിഭാഗക്കാരനും ലഭിക്കാതെ പോകരുതെന്ന ഉറച്ച ബോധ്യമാണ് ഇവിടെ തെളിയുന്നത്. ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളിൽ നിന്നും മാറി നിർവൃതിയുടെ സായുജ്യമടയുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ പോരായ്മയ്ക്ക് പരിഹാരം കാണുകയാണ് റഹ്മാനിയ പബ്ലിക് സ്കൂൾ. മതപഠനത്തോടൊപ്പം CBSE സിലബസും ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു. റഹ്മാനിയ പ്രസ്ഥാനത്തിന്റെ ഈ പുതിയ സംരംഭത്തിലൂടെ ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും ദീർഘനാളത്തെ അഭിലാഷമാണ് പൂവണിയുന്നത്. പെൺകുട്ടികൾക്ക് മതഭൗതിക സാങ്കേതിക രംഗത്ത് ഉയർന്ന പഠനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ കോളേജ് പ്രവർത്തിക്കുന്നത്. വിവിധ വിജ്ഞാന ശാഖകൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു. കാലോചിതമായ സംരംഭങ്ങളുമായി റഹ്മാനിയ മുന്നോട്ടു പോകുകയാണ്.
3000-ഓളം വിദ്യാർത്ഥികൾ വിവിധ കലാശാലകളിലായി അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു. 1000-ഓളം വിദ്യാർത്ഥികൾ റഹ്മാനിയ ക്യാമ്പസിൽ താമസിച്ച് തന്നെ പഠിക്കുന്നു. ജീവിക്കുന്ന ജനതയ്ക്ക് ജീവന്റെ തെളിവുകൾ നൽകി ഒരു ഇതിഹാസത്തിന്റെ പടപ്പുറപ്പാട് പോലെ റഹ്മാനിയ സ്ഥാപകർ സ്വപ്നം കണ്ടത് തന്നെയാണ് ഇത്. ഈ വഴിയിൽ ശരീരവും മനസ്സും സമർപ്പിച്ച നിരവധി പേർ ചിറക്കലോർ, കാങ്ങാട്ടോർ, കിഴക്കയിലോർ, കീഴനോർ, വെളിമണ്ണ ഉസ്താദ്, വിളയിൽ ഉസ്താദ്, PA അബ്ദുള്ള മുസ്ലിയാർ പ്രാർത്ഥനകളെയും നാഥന്റെ പ്രതിഫലങ്ങളെയും കാംക്ഷിച്ച് റഹ്മാനിയയ്ക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിക്കുന്ന നാട്ടിലെയും മറുനാട്ടിലെയും നല്ലവരായ ആളുകൾ. ഒരു ദേശത്ത് വെച്ചും ബാക്കി വയ്ക്കാനാവാത്ത കടപ്പാടുകൾ. ഓരോ ദേശത്തിനും ഓരോ ജനതയ്ക്കും ഓരോരോ ഇതിഹാസങ്ങൾ അയവിറക്കാനുണ്ടാകും. സമൂഹത്തിന്റെ ആകമാനമുള്ള പരിവർത്തന മുന്നേറ്റങ്ങൾക്ക് ചിലപ്പോൾ അവ നിമിത്തമായേക്കാം. ജനിച്ച സംസ്കൃതിയുടെ അനുഭൂതിയിൽ ആവേശം കെടാത്തവർ സ്വന്തം നാട്ടുവഴികളിൽ എല്ലാവർക്കും വേണ്ടി വസന്തം വിരിയിക്കുന്നു. അത് എല്ലാ കാലത്തെയും എല്ലാ ദേശത്തെയും ജനതയ്ക്ക് സുഗന്ധം നൽകിയേക്കാം.